ഹായ് ഹലോ, നമ്മളിന്നൊരു വാട്ടേറ്റിൻ്റെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ടയും ചിക്കൻ കറിയാണ്. പൊറോട്ട കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. ചിക്കൻ കറി സതീഷേട്ടൻ തലേന്ന് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിരുന്നു. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ കറി റെഡിയാക്കി. അത് കഴിഞ്ഞിട്ടൊരു 11 മണിയൊക്കെ ആയപ്പോൾ ചുമന്ന അലുവ കഴിച്ചു കേട്ടോ. ഇത് സതീഷേട്ടൻ തലേന്ന് മേടിച്ചുകൊണ്ട് വന്നത് തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു, നിറയെ നട്ട്സൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു ചുമന്ന അലുവ. അപ്പോൾ അത് കഴിച്ചു. ഉച്ചയ്ക്കത്തെ ഊണിന് നമുക്ക് രാവിലത്തെ ചിക്കൻ കറി തന്നെയായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് പരിപ്പ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ 1 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തെ ഊണും കഴിച്ചു. അത് കഴിഞ്ഞ് സതീഷേട്ടൻ്റെ അനിയൻ്റെ വീട്ടിൽ നിന്ന് കേക്ക് കൊണ്ടുവന്നു, അത് കഴിച്ചു. അനിയൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ കേക്ക്. നല്ല തണുപ്പുണ്ട്, ഫ്രിഡ്ജ് വെച്ചതാണ്. ഇപ്പം ഞാൻ അലുവ വന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം മധുരോട് ചേർന്ന് മത്ത പിടിക്കുന്നു കേട്ടോ. കുറച്ചേ കഴിക്കുന്നുള്ളൂ, ബാക്കി പിന്നീട് കഴിക്കാം കേട്ടോ. ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാൻ പോവാണ്. പിന്നീട് വൈകുന്നേരം ഒരു കല്യാണത്തിന് പോയി. ഒരു ചർച്ചിൽ വെച്ചായിരുന്നു കല്യാണം. ഞാനും സതീഷേട്ടൻ്റെ അമ്മയും അബിക്കുട്ടനായിട്ടാണ് കല്യാണത്തിന് പോയത്. അപ്പോൾ ചർച്ചിനോട് ചേർന്നുള്ള ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് റിസപ്ഷനിലാണ് നടന്നത്. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയാണ് സതീഷേട്ടനെ തമിഴ്നാട്ടിലോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ നമ്മുടെ റിസപ്ഷൻ നടന്നത് ഇവിടെ വെച്ച് തന്നെയാണ്. അപ്പോൾ നല്ല മനോഹരമായ അടിപൊളി ഒരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ വേങ്കോട് ചർച്ച് എന്നാണ് ഈ പള്ളിയുടെ പേര്. ഞങ്ങൾ ചെന്ന സമയത്ത് പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന സമയമായിരുന്നു. അപ്പോൾ നല്ല തിരക്കായിരുന്നു. പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന സമയമായതുകൊണ്ട് തന്നെ പെണ്ണും ചെറുക്കനും സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി. പിന്നെ ഫോട്ടോ ഒന്നും എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല നല്ലവണ്ണം. ഞങ്ങളവിടെയൊക്കെ ഇറങ്ങി നടന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട് താഴേക്ക് കഴിക്കാൻ പോയി. താഴെ വന്ന് കഴിക്കാതിരുന്നപ്പം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, അത്യാവശ്യത്തിന് ആളുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നത് ചപ്പാത്തിയും കടലക്കറിയായിരുന്നു. അത് കഴിഞ്ഞ് അച്ചാർ വന്നു, പിന്നെ സലാഡ് വന്നു, പിന്നെ ചിക്കൻ കറി വന്നു. ചിക്കൻ കറി നല്ല ഗ്രേവി ആയിട്ടൊന്നുമില്ല, നല്ല ഫ്രൈ ആയിട്ടുള്ള രൂപത്തിലായിരുന്നു. പിന്നെ റൈസ് വന്നു. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ നല്ലോണം കഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു, നല്ല ഫുഡായിരുന്നു. എല്ലാം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ലാസ്റ്റ് ഐസ്ക്രീം വന്നു കേട്ടോ. ഐസ്ക്രീം വന്നതോടുകൂടി അബിക്കുട്ടൻ കഴിപ്പൊക്കെ നിർത്തി, പിന്നെ ഐസ്ക്രീം കഴിപ്പായി. അത് കഴിഞ്ഞ് അവൻ്റെ കഴിച്ചിട്ട് പിന്നെ എൻ്റെ ഐസ്ക്രീം എടുത്തിട്ട് അബിക്കുട്ടൻ കഴിച്ചു. അങ്ങനെ നല്ലവണ്ണം ഹാപ്പി ആയി അബിക്കുട്ടനെ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് വേഗം വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫുള്ളും ചിക്കനാണ്, ചിക്കൻ മയമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് വേഗം വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. താങ്ക് യു.